സക്സസ് അക്കാദമിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ സെക്ഷനോട് ഡിസ്കസ് ചെയ്യുന്നത് GDൻ്റെ ഒരു പ്രീവിയസ് പേപ്പർ, അതിൽ റീസണിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ച 12th January 2023 ഷിഫ്റ്റ് 1 ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ ആൻഡ് ദ ഫോർത്ത് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ലെറ്റർ കണക്ഷനാണ്. അപ്പോൾ ഇവിടെ നോക്കി, KSW ഇത് NUX ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ AGP DIQ ഇവിടെ വരുന്ന ആ 3 ലെറ്റർ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്കിവിടെ ഈ ഒരു കണക്ഷൻ നോക്കാം. ഫസ്റ്റ് KSW അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കണം? NUX അല്ലേ? ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ K നമുക്കറിയാം 11 ആണ്, S 19 ആണ്. ഇതറിയാൻ പാടില്ലാത്തൊരു ഈ ഒരു കോഡ് നോട്ട് ചെയ്യുക, EJOTY. ആൽഫബറ്റ് നമ്പർ ഇത് 5, 10, 15, 20, 25. അതായത് 5ൻ്റെ സ്ഥാനത്ത് വരുന്ന ലെറ്റേഴ്സാണ് EJOT. ഇനി Y ആണ് 25th ലെറ്റർ, Z 26 അല്ലേ? ഇനി O ആണെങ്കിൽ 15. ഇവിടെ നോക്കിയാൽ 19. T നമുക്കറിയാം 20 ആണ്, Tക്ക് തൊട്ട് മുമ്പാണ് ഏത് ലെറ്റർ? S. അതേപോലെ W, TUV. T നമുക്കറിയാം 20 ആണ്, U 21, V 22, W 23. ഇനി X 24, Yക്ക് തൊട്ട് T കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ U 21, then again N 14. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു കണക്ഷൻ നോക്കാം. 11 14i plus 3, then again 19 21i plus 2, 23 24i plus 1. ഓക്കെ അല്ലേ? then again AGP P16 G7 A1. ഓക്കെ അല്ലേ? അതെങ്ങനെ കൂടിയിരിക്കണം? DIQ Q17 I9 D4. ഓക്കെ അല്ലേ? ഇത് 1 4i plus 3, then again ഇവിടെ 7 9i plus 2, then again 16 17i plus 1. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കണക്ഷനിലെ പാറ്റേൺ എന്താണ്? +3 +2 +1, തേർഡ് ലെറ്റർ +1. ഓക്കെ അല്ലേ? നമുക്ക് അതേപോലെ അതെങ്ങനെ കോഡ് ചെയ്യാം? EOV E5 O15 V22 അടുത്ത +3 +1 +2 +3 5 + 3 8 ലെറ്റർ ഏത് വരും? H. ഓക്കെ, H ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. പിന്നെ HQ ആണോ O ആണോ നോക്കി കൺക്ലൂഡ് ചെയ്യുക. അതെ, 15 + 2 17th ലെറ്റർ Q, HQW ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. എന്താണ് EOV എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? HQW. then again 22 23rd ലെറ്റർ W. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. In a certain code language, favor is written as RUOVF. അതേപോലെ റിവീൽ കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? മിറാക്കിൾ എങ്ങനെ കോഡ് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, ഫേവർ FAVOUR അല്ലേ? ഫേവർ അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണം? ജസ്റ്റ് F ഉണ്ട്, ജസ്റ്റ് റിവേഴ്സിൽ എഴുതുക, FAVOUR അല്ലേ? ജസ്റ്റ് റിവേഴ്സിലെ ഫേവർ RUOVAF, ജസ്റ്റ് റിവേഴ്സ്. then again റിവീൽ നോക്കിയാൽ ഇവിടെ ജസ്റ്റ് റിവീൽ REVEAL. ഓക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ മിറാക്കിൾ എങ്ങനെ കോഡ് ചെയ്യാം? ജസ്റ്റ് മിറാക്കിൾ ലാസ്റ്റ് ലെറ്റർ ELCARIM. ഓക്കെ, RIM ലാസ്റ്റ് വരും. ഓപ്ഷൻ ബി ആണ്, ELCARIM, ജസ്റ്റ് റിവേഴ്സ് പാറ്റേൺ. ഓക്കെ അല്ലേ? വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ടു കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്? ഓക്കെ, ഇതും അതേപോലത്തെ ഒരു ലെറ്റർ കണക്ഷൻ ആണ്. ഇതിനായിട്ട് നമുക്ക് ലെറ്ററിൻ്റെ നമ്പർ നമുക്കറിയാം. S ഇപ്പം അറിയാം 19 ആണല്ലേ? അതെ, ഫസ്റ്റ് ലെറ്റർ നോക്കി ഇതിനകത്ത് S, then QO, then ഈ ഒരു ലെറ്റർ K നമുക്കറിയാം 11, O15 17, S 19 അല്ലേ? ജസ്റ്റ് ഇവിടെ ഡിഫറൻസ് നോക്കിയേ, -2 ജസ്റ്റ് അഗെയിൻ -2 13 വരും. 13 - 2 11. ഓക്കെ അല്ലേ? അപ്പോൾ 13th ലെറ്റർ നമുക്കറിയാം മിഡിൽ ലെറ്റർ M, ഫസ്റ്റ് ലെറ്റർ കിട്ടി M, എല്ലാ ഓപ്ഷനിലും M ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് ലെറ്ററിൻ്റെ കണക്ഷൻ. സെക്കൻഡ് ലെറ്റർ നോക്കിയോ, E then ഇതിനകത്ത് G, then again I, ഈ ഒരു ടൈം M നമുക്കറിയാം മിഡിൽ ലെറ്റർ 13 I9 G7
ഈ 5 + 2 7, 7 + 2 9, 9 + 2 11, 11th ലെറ്റർ കെ. ഓക്കെ അല്ലേ? എം കെ. എല്ലാ ഓപ്ഷനിലും കെ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നോക്കിയാൽ തേർഡ് ലെറ്റർ നോക്കിയാൽ തേർഡ് ലെറ്റർ ജെ. അഗെയിൻ ഇതിനകത്ത് എം, ഇതിനകത്ത് പി, വി, V22, P16, M13, J10, 10 + 3 13, 13 + 3 16, 16 + 3 19, 19th ലെറ്റർ എസ്, എം കെ എസ്. എം കെ എസ് ഉള്ള ഒരു ഓപ്ഷനുള്ളൂ. ഓപ്ഷനായി അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ലാസ്റ്റും കൂടി ചെക്ക് ചെയ്യാം. W23, T20, Q70, K11. ഓക്കെ അല്ലേ? 20 - 3, 23 - 3 20, -3, again -17 - 3 14th letter N, N 14, then again 14 - 3 11. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ നമുക്ക് മനസ്സിലായി. ഈ ഒരു പാറ്റേൺ എം കെ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് MKSN. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ജസ്റ്റ് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 8 friends PQR STUV and W are sitting in 2 rows facing each other. Each row has 4 persons. Q and R are sitting in front of each other. R is the immediate neighbor of S and T. W is sitting to immediate left of T. W and U are diagonally opposite. V and Q are not next to each other. Who is in front of T? അപ്പോൾ ടിക്ക് ഫ്രണ്ടിൽ ആരാണെന്ന് ജസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ടി. ശരി, ഇവരെങ്ങനെ ഇരിക്കുന്നത്? 2 റോ ആയിട്ട് ഇരിക്കണം. 8 പേരുണ്ട്. ഒരു ഫേസിങ് ഈച്ച് അതർ. ഈച്ച് റോ ഹാസ് 4 പേഴ്സൺ. ഓരോ റോയിലും 4 പേരുണ്ട്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, 1 2 3 4 പേഴ്സൺസ് ഫേസിങ് ഈച്ച് അതർ. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ ആൻഡ് ആർ ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച്. അപ്പോൾ ക്യൂ ആറും ഓപ്പോസിറ്റ് ആണ്. ദെൻ അഗെയിൻ ഫസ്റ്റ് റോയിൽ ക്യൂ, ദെൻ ആർ, അല്ലെങ്കിൽ ആറ് ക്യൂ. അപ്പോൾ ക്യൂവും ആറും ഓപ്പോസിറ്റ് ആണെന്നുള്ള കണക്ഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ഒരു ഏത് റോയിൽ ഇരിക്കുന്ന പ്രസക്തിയില്ല. ഹൂ ഈസ് ടിക്ക് ഫ്രണ്ടിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ ആർ ഈസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എസ് ആൻഡ് ടി. എസിനും ടിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് ആര്? ആറ്. എസ് ഇവിടെ വരാം, ടി ഇവിടെ വരാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ എസ് ടി എസ്. ജസ്റ്റ് സൈഡ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡബ്ല്യു സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരുണ്ട്? ഡബ്ല്യു ഉണ്ട്. ഓക്കെ, ഡബ്ല്യുവിന് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ, ഇപ്പോൾ ഈ റോയിൽ 4 പേരായില്ലേ? ഡബ്ല്യു ടി ആർ എസ്, ഡബ്ല്യു ടി ആർ എസ്. ഇതാണ് ഇവരുടെ ഈ ഒരു പാറ്റേൺ. അതായത് ആറിന് ഓപ്പോസിറ്റ് ക്യൂ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞ്. ആർ എന്ന് പറഞ്ഞാൽ എസിനും ടിക്കും ഇടയ്ക്കാണ് ആർ എന്ന് പറഞ്ഞ്. ടിക്ക് ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ഡബ്ല്യു ഉണ്ട്. ഇത് ഈ റോയിൽ വെച്ചാലും സെയിം കണക്ഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ റോയിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ഓക്കെ, എന്താ ചോദിച്ചാൽ ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ടിക്ക് ഫ്രണ്ടിൽ ആരാന്ന് ചോദിച്ചാൽ എന്തായാലും ക്യൂ അല്ല. ക്യൂ ഓപ്ഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. ഇനി എന്താണ്? ജസ്റ്റ് ഡബ്ല്യു ഈസ് ഡയഗണലി, ഡബ്ല്യു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ്. ഡബ്ല്യു ആൻഡ് യു ആർ ഡയഗണലി ഓപ്പോസിറ്റ്. അപ്പോൾ ഡബ്ല്യുവും യുവും ഡയഗണലി ഓപ്പോസിറ്റ്. അപ്പോൾ ഡബ്ല്യു ഇവിടെ ആണെങ്കിൽ യു ഇവിടെ വരും. ജസ്റ്റ് ഡയഗണലി ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വി ആൻഡ് ക്യു ആർ നോട്ട് നെക്സ്റ്റ് ടു ഈച്ച് അതർ. വിയും ക്യൂവും അടുത്തടുത്ത് വരില്ല. അപ്പോൾ അത് വിന് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇനി റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇവിടെ വരുന്നത്. ആരൊക്കെയുള്ളത്? പി. ഓക്കെ, ഇതാണ് പൊസിഷൻ. ഇനി ഇവിടെ നോക്കിയാൽ ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ടി. ടിക്ക് ഫ്രണ്ടിൽ ആരാന്ന് നോക്കിയാൽ ടിക്ക് ഫ്രണ്ടിൽ ആര് വരും? പി വരും. ഓപ്ഷൻസ്. ഓക്കെ അല്ലേ? ഇത് ഈ ഒരു റോയിൽ ആപ്ലിക്കബിൾ. ജസ്റ്റ് ആ റോയും കൂടി ജസ്റ്റ് വരക്കാം. ജസ്റ്റ് ഈ റോയിലാണ് ആറ്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ ക്യൂ ആറ് ഓപ്പോസിറ്റ്. ആറെന്ന് പറയുന്ന നേരത്ത് എസിന്. അപ്പോൾ ടിക്ക് ലെഫ്റ്റ് സൈഡിൽ ആറുണ്ട്, എപ്പോഴും ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു റോയിൽ ലെഫ്റ്റ് സൈഡ് ഇതും റൈറ്റ് സൈഡ് ഇതുമായിരിക്കും. ഈ ഒരു റോയിൽ ലെഫ്റ്റ് സൈഡ് ഇതും റൈറ്റ് സൈഡ് ഇതുമായിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ടി ഇവിടെ വന്നാൽ ലെഫ്റ്റ് സൈഡിൽ ആര് വരുള്ളൂ? ഡബ്ല്യു. ഇവിടെ ആറ്, ഇവിടെ ആര് വരും? എസ് അല്ലേ? ജസ്റ്റ് ഈ ഒരു കണക്ഷൻ വരും. എന്നാൽ ആറെന്ന് പറയുന്ന നേരത്ത് എസിനും ടിക്കും ഇടയ്ക്ക് ടിക്ക് ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു, അങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ യു വരും, ഡബ്ല്യു യു ഡയഗണലി ഓപ്പോസിറ്റ് വരും. ദെൻ അഗെയിൻ
ജസ്റ്റ് ഇത് യു, ദെൻ അഗെയിൻ ക്യൂ വിയും അടുത്തടുത്ത് വരില്ല, ദെൻ അഗെയിൻ റിമൈനിങ് ആയിട്ടുള്ള പി. ഇവിടെ ടിക്ക് ഓപ്പോസിറ്റ് ആര് വരും? പി തന്നെ വരും. ഓക്കെ അല്ലേ? അതിൽ റോയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ശരി, അടുത്ത ചോദ്യം. ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് ഹസ്ബൻഡ് ഈസ് റിട്ടൺ ആസ് DNABSUH. ജസ്റ്റ് ആ ഹസ്ബൻഡ് തന്നെ തിരിച്ചെഴുതിയിരിക്കുകയാണ്, റിവേഴ്സ് പാറ്റേൺ. അപ്പോൾ റിവേഴ്സ് പാറ്റേണിൽ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഷിഫ്റ്റിൽ. ഇവിടെ നോക്കിയോ, ഹസ്ബൻഡ് HUSBAND, ഹസ്ബൻഡ് ക്ലിയർലി CLEARLY, ജസ്റ്റ് റിവേഴ്സ് പാറ്റേൺ. നമുക്ക് എന്താ വേണ്ടത്? ഹാർബർ. ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് എഴുതുക, RUOBRAH, ലാസ്റ്റ് AH വരും. ലാസ്റ്റ് AH ഉള്ള രണ്ട് ഓപ്ഷൻ 6. എന്തിൽ തുടങ്ങാം? 6ൽ തുടങ്ങാം, RUOBRAH. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Which two signs should be interchanged to make the below equation mathematically correct? ശരി, അടുത്തൊരു ബോട്ട് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് രണ്ട് സൈൻസ് തമ്മിൽ ഇന്റർചേഞ്ചബിൾ ആണ് ഈ ഇക്വേഷൻ ബാലൻസ് ആവുക? ശരി, നമുക്ക് ഇത് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഇതിലേക്ക് കൊടുക്കാം. ഇനി 24 പ്ലസിന് ചേഞ്ച് ഇല്ല, ഡിവൈഡ് ഇൻറ്റു ചേഞ്ച്. 34 മൈനസ് 81 നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല, ഇത് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക. 81 ഡിവൈഡ് ബൈ 9 ജസ്റ്റ് ഇങ്ങനെ എഴുതാം, ഇൻറ്റു 2 ഇസിക്കൽ ടു 42. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 42ലേക്ക് വരുവാൻ നോക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരിക. ശരി, 9 ടൈംസ് 9 ഇൻറ്റു 2 18 വരും. 18 മൈനസ് 2, ഇവിടെ എന്താ? ബോട്ട് മാസ് റൂൾ അപ്പോൾ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി 24 പ്ലസ് 36. ഇവിടെ നോക്കിയേ, 24 പ്ലസ് 20 പ്ലസ് 30 50, 54 പ്ലസ് 6 60, 60 മൈനസ് 18, 60 മൈനസ് 10 50 ആണ്, 50 മൈനസ് 8 42. ഓക്കെ അല്ലേ? ആൻസർ ബാലൻസ് ആയി, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡിവൈഡ് ഇൻറ്റു തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക, ഇക്വേഷൻ ബാലൻസ് ആവും. ശരി, അടുത്ത ചോദ്യം. വിച്ച് ഓപ്ഷൻ റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൻ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി? വേർഡ്സ് ഇതാണ്: ജാക്കറ്റ്, ജാപ്പനീസ്, ജാബ്ഡ്, ജാക്ക്പോട്ട്, ജാനിറ്റർ. ശരി, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നാലും 3 ആണ്, എല്ലാ ലെറ്റേഴ്സിലും 3 ഉണ്ട്. ഇതിന് അഗൈൻ നോക്കിയാൽ 1 ഉണ്ട്, 1 5 2, 1 5 2. അതിലേത് വരും നോക്കാം, 1 5 2, 1 5 2. ഇതാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് 1ഉം 2ഉം കൂടി നോക്കി ഏത് വരും നോക്കി, GA. 1ഉം 2ഉം കൂടി നോക്കാറുണ്ട് 1 ആണ്. ഇനി 1 5ഉം കൂടി കമ്പയർ ചെയ്യാം. 1 5ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏത് വരും നോക്കിയേ, 1 5ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ JN. അപ്പോഴും 1 തന്നെ വരുള്ളൂ. അപ്പോൾ 5 ഉള്ള ഓപ്ഷൻ 2 ഉള്ള ഓപ്ഷൻ ജസ്റ്റ് കട്ട് ചെയ്യുക. ഇനി 2 ആണോ 4 ആണോ നോക്കി കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, 2ഓ 4ഓ, JAP JAC. അപ്പോൾ 4 കഴിഞ്ഞിട്ട് എന്ത് വരുള്ളൂ, 2 വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ്, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക. 3 1 4 3 1 4 5 2. ശരി, അടുത്ത ചോദ്യം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് related to the 5th letter cluster in the same way as the 2nd letter cluster is related to the 1st letter cluster and the 4th letter cluster is related to the 3rd letter cluster. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയോ, സർജറി അതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ സൈലൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? സൊസൈറ്റി. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് വേർഡ് സർജറി, SURGERY. S കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ T ആണ്, U കഴിഞ്ഞാൽ V ആണ്, R കഴിഞ്ഞാൽ SGHEF RSYZ. ഇതിനാണ് TVSHFS. തൊട്ടടുത്ത ലെറ്റർ ആണ് എല്ലാത്തിൻ്റെ. ഇത് STIJLMEFNOCDEF. അപ്പം തൊട്ടടുത്ത എല്ലാ ലെറ്റേഴ്സിൻ്റെയും തൊട്ടടുത്ത ലെറ്റേഴ്സ് അല്ലെങ്കിൽ +1 എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ആയിരിക്കും. സൊസൈറ്റി അതെങ്ങനെ എഴുതാൻ നമുക്ക്? S കഴിഞ്ഞാൽ T വരും. T ഉള്ള ഓപ്ഷൻസ് ഓരോ ഓപ്ഷനുണ്ട്, ഇതങ്ങോട്ട് മാർക്ക് ചെയ്യുക. ST അല്ലേ? ജസ്റ്റ് ചെക്ക് ചെയ്യാം. TOPCD TPD IJEF TUYZ FUZ JD. ഓക്കെ അല്ലേ? നമ്മൾ എക്സാമിന് എന്താ ചെയ്യേണ്ടത്? S കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ T. അപ്പോൾ T ഉള്ളത് ഓരോ ഓപ്ഷനുണ്ട്, അതങ്ങ് മാർക്ക് ചെയ്യുക, ബാക്കി ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ശരി, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് വായിക്കാം. There are 6 people sitting around a circle table facing opposite to center A, B, C, D, E and F.
B sitting to the immediate left of A, F is sitting to the immediate right of A, E is the immediate neighbor of F and D, C is sitting to the immediate right of D, who is the immediate neighbor of A and C. അപ്പോൾ എയ്ക്കും സിക്കും ഇടയ്ക്ക് ആരാണ് ഇരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ വേറെ 6 പേരുണ്ട്. അവരെങ്ങനെ അറൗണ്ട് സർക്കിൾ ടേബിൾ ഫേസിങ് ഓപ്പോസിറ്റ് ടു സെൻറ്റർ, സെൻറ്ററിന് ഓപ്പോസിറ്റ്. ആ ഒരു ടൈംസ് ഒക്കെ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് ടു സെൻറ്റർ എന്ന് പറയുന്ന നേരത്ത് സെൻറ്ററിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് നോക്കുക. അപ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ്. ഫസ്റ്റ് 2 പേരായി, 3, 4, 5, 6. ഇതാണ് 6 പേര്. ഇനി ഇവരുടെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് നോക്കിയോ. ബി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. എക്ക് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? അപ്പോൾ എ ഇവിടെയാണെങ്കിൽ എയുടെ ലെഫ്റ്റ് സൈഡ്. ഇനി സെൻറ്ററിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് നോക്കാം. നമുക്ക് 2 ഡയറക്ഷനല്ലേ ഉള്ളത്. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ഇനി എനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് എയുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇതും വരും. ഓക്കെ, ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരാൻ നേരത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരാൻ നേരത്ത് ഇത് എനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് എയുടെ റൈറ്റ് സൈഡ് ആയിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇങ്ങോട്ട് പോകുന്ന നേരത്ത് ഇത് എയുടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, എനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൈപോയാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്താൽ ലെഫ്റ്റ് സൈഡും ക്ലോക്ക് വൈസ് മൂവ് ചെയ്താൽ റൈറ്റ് സൈഡും ആയിരിക്കും. ഓക്കെ അല്ലേ? എങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോൾ ഔട്ട് സൈഡിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ സർക്കിൾ ടേബിൾ. ഇനി ബി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ബി ഇവിടെ പ്ലേസ് ചെയ്ത്. ഓക്കെ അല്ലേ? ഇനി എഫ് ഈ സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എ. എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എഫ് ഉണ്ട്. റൈറ്റ് സൈഡ് നമുക്കറിയാം ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ് ആൻഡ് ഡി. എഫിനും ഡിനും ഇടയ്ക്ക് ആരുണ്ട്? ഇ ഉണ്ട്. അപ്പോൾ എഫ് ഓൾറെഡി കൺഫേംഡ് പൊസിഷനാണ്. എഫിനും ഡിനും ഇടയ്ക്ക് ആരുണ്ട്? ഇ ഉണ്ട്, കറക്റ്റ് സെൻട്രൽ പൊസിഷൻ. ഇനി സി ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡീൻ്റെ റൈറ്റ് സൈഡ് നമുക്കറിയാം ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പം ഡി അല്ലെങ്കിൽ ഇനി റിമൈനിങ് ആയിട്ടുള്ള ആൾ സി ആയിരിക്കും. ഹൂ ഇസ് ദ ആകെ ടോട്ടലി 6 പേരാണുള്ളത്. അതിൽ 5 പേരെ പൊസിഷൻ നമുക്ക് കൺഫേം ആയി. ഇനി റിമൈനിങ് ആയിട്ടുള്ള സി അല്ലെങ്കിൽ ഡിക്ക് റൈറ്റ് സൈഡിൽ സി. ഹൂ ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ ആൻഡ് സി. എക്കും സിക്കും ഇമ്മീഡിയറ്റ് നെയ്ബർ ആയിട്ടുള്ളത് ബി ആണ്. ഓക്കെ അല്ലേ? ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? 1483, 2369, 4141, 5027, 5913. ഓക്കെ, ഇത് അത്ര പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഡിഫറൻസ് 2369 മൈനസ് 1483. 9 minus 3, 6. 16 minus 80, 80. Then 12 minus 4, 8. 886 അല്ലെ 886. ഇനി ഇവിടുത്തെ ഡിഫറൻസ് കിട്ടി 886. ശരി, ഇനി അടുത്തത് ഈ ഒരു ഡിഫറൻസ് നോക്കാം. 5027 മൈനസ് 4141 ജസ്റ്റ് 6. ഈ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇനി 12 minus 4, 80. 9 minus 1, 8. അവിടെ ഡിഫറൻസ് 886. ഓക്കെ അല്ലേ? ദെൻ അഗെയിൻ 5913, 5027. ഡിഫറൻസ് 13 minus 7, 6. 10 minus 2, 80. 8 minus 0, 80. അവിടെ ഡിഫറൻസ് 886. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 886 ആയിരിക്കും. ദെൻ അഗെയിൻ ഈ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 886 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ഡിഫറൻസ് 886. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 2369 നിന്ന് 886 കൂട്ടുക, അല്ലെങ്കിൽ ഈ 4141 നിന്ന് 886 കുറക്കുക. ജസ്റ്റ് 2369 പ്ലസ് 886. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഡേറ്റ് എല്ലാത്തിനും 9 ഉണ്ട്. അപ്പോൾ 9 + 6 5 ആണ്. 5 ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളത്, അതങ്ങ് മാർക്ക് ചെയ്യുക. 3255 അതായിരിക്കും ഇവിടെ വന്ന ആൻസർ കൺഫേം. നമുക്ക് ചെക്ക് ചെയ്യാം. റിമൈൻഡർ 1, 8 + 7 5. റിമൈൻഡർ 1, 8 + 3 11 12. റിമൈൻഡർ 1 3. 3255. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈംസ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഷിഫ്റ്റിൽ. അപ്പോൾ ഇവിടെ നോക്കിയോ, ജസ്റ്റ് ആറ് ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ ആർ ക്യു ഒ എൻ. എൻ 14, ഒ 15, ക്യു 17, ആർ 18. 18 മൈനസ് 1 ആണ് 17, 15 മൈനസ് 1 ആണ് 14. അപ്പോൾ ഇവിടെയും ജസ്റ്റ് -1 16 വരും. 16 മൈനസ് 1 15. 16ൻ്റെ ടൈം നമുക്കറിയാം പി ആണ്. പി രണ്ട് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ കിട്ടി പി. Then again second letter H8, K11, Q17, T20. 8 plus 3 11, 17 plus 3 20. Just 11 plus 3 നോക്കിയാൽ 14 വരും. 14 plus 3 ആണ് 7, അപ്പോൾ പ്ലസ് 3. സെക്കൻഡ് ലെറ്റർ +3 പാറ്റേൺ ആണ്. അപ്പോൾ 14th ലെറ്റർ N. ഇത് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ, പി ആണ്. അപ്പോൾ നമ്മൾ എക്സാമിന് ആ ഒരു പോയിന്റ്, ആ ഒരു ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക. ജസ്റ്റ് തേർഡ് ലെറ്റർ 19, ഇതിനകത്ത് T20, പി എത്ര വരും 22, W 23. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20 ജസ്റ്റ് ഒന്ന് വീതം കുറഞ്ഞു വരിക. അപ്പോൾ 22 മൈനസ് 1 21 ലെറ്റർ U അല്ലേ. ഇനി ജസ്റ്റ് ലാസ്റ്റ് ലെറ്റർ I ആണെന്ന് നോക്കാം. F6E3, F6, L12, O15, +3, ഇവിടെയും +3. 6 + 3 9, 9 + 3 12. ഓക്കെ, 9th ലെറ്റർ ഏതാണ് നമുക്കറിയാം. ജെ നമുക്കറിയാം. ഇ എത്രയായിരുന്നു 5. ജെ നമുക്കറിയാം 10 ആണ് അല്ലേ. ജെയ്ക്ക് തൊട്ട് മുമ്പാണ് ഐ. 9th ടൈം ഐ. അപ്പം PNUI ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു സിലോയിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോക്കാം. 3 statements are given followed by 3 conclusions numbered 1, 2 and 3. Assuming the statements to be true, even if they seem to be at variance with the commonly known facts, decide which of the conclusion logically follows from the statements. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ഏതാ സ്റ്റേറ്റ്മെന്റ്സ്? സം ട്രീസ് ആർ ഫിഷ്, ഓൾ ഫിഷസ് ആർ ഗോട്ട്സ്, നോ ഗോട്ട് ഈസ് എ ഫ്ലവർ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുണ്ട്? 3 കൺക്ലൂഷനും ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ കൺക്ലൂഷനാണോ ഈ 4 ഓപ്ഷൻ ഫോളോ ചെയ്യണത്? ശരി, പിന്നെ കറക്റ്റ് ഡയഗ്രാം നമുക്ക് വരക്കാം. സം ട്രീസ് ആർ ഫിഷ്, കുറച്ച് ട്രീസ് ഫിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രീസിനൊരു സർക്കിൾ വരച്ചു. കുറച്ച് ട്രീസ് ഫിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ, കുറച്ച് ട്രീസ് ഫിഷായി. ഇനി സെക്കൻഡ്, ഓൾ ഫിഷസ് ആർ ഗോട്ട്സ്, എല്ലാ ഫിഷും ഗോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫിഷിനെയും കവർ ചെയ്ത് ഔട്ട് സൈഡിൽ ഗോട്ട്. ഇനി നോ ഗോട്ട് ഈസ് എ ഫ്ലവർ, ഒരു ഗോട്ടും എന്തല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫ്ലവർ അല്ല. അപ്പോൾ ഗോട്ട് എന്ന സർക്കിളും ഫ്ലവറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ജസ്റ്റ് വേറൊരു സർക്കിൾ വരച്ച് ഫ്ലവർ. അപ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഗോട്ടും ഫ്ലവറും തമ്മിൽ ഒരു കണക്ഷനും. ഫ്ലവർ. ഓക്കെ അല്ലേ. ശരി, ഇനി ഏതൊക്കെ കൺക്ലൂഷനാണ് ഫോളോ? സം ട്രീസ് ആർ ഗോട്ട്സ്, കുറച്ച് ഗോട്ട്സ് ട്രീസ് ആണ്. അതായത് ഈ ഒരു പോർഷനിൽ നമുക്ക് കിട്ടും കുറച്ച് ഗോട്ട്സ് എന്താണ് ട്രീസുമായിട്ട് സർക്കിൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റാണ്. അപ്പോൾ only 2 എന്നുള്ളതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് only 3 എന്നുള്ളതും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ട്, ഓൾ ദ കൺക്ലൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കാം നമുക്ക് ജസ്റ്റ്. ഇനി അടുത്തത് ഇത് കറക്റ്റാണ്. ഇനി സം ഫിഷസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. അപ്പോൾ ഫിഷും ഗോട്ടും ഫ്ലവറുമായിട്ട് ഓൾറെഡി കാണാം. ഗോട്ടിനുള്ളിലാണ് ഏത് സർക്കിൾ വരുന്നത്? ഫിഷിൻ്റെ സർക്കിൾ. അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഫിഷും ഫ്ലവറുമായിട്ട് കണക്ഷൻ പറഞ്ഞിട്ടില്ല. ബാക്കി വേറെ എന്തെങ്കിലും ഫിഷുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് അറിയില്ല. അപ്പം എന്തായാലും ഗോട്ടും ഫ്ലവറുമായിട്ട് കണക്ഷൻ ഇല്ല. സ്വാഭാവികമായിട്ടും ഫിഷും ഫ്ലവറുമായിട്ടും കണക്ഷൻ വരില്ല. ശരി, ഇനി സം ഫ്ലവേഴ്സ് ആർ നോട്ട് ഗോട്ട്സ്. കുറച്ച് ഫ്ലവേഴ്സ് ഗോട്ട്സ് ആവില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗോട്ട് ഈ ഒരു സർക്കിൾ തമ്മിൽ കണക്ഷൻ ഷെയർ ചെയ്യാനില്ല. റിമൈനിങ് പാർട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതും എല്ലാ കൺക്ലൂഷനും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ദ കൺക്ലൂഷൻ ഫോളോ. ഓൾ കൺക്ലൂഷൻസ്. ശരി, അടുത്ത ചോദ്യം. അടുത്തൊരു ബോട്ട് മാസ് ആണ്. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ്, സീക്വൻഷ്യലി റീപ്ലേസ് ദ പേഴ്സൻറ്റേജ് സയൻസ് ആൻഡ് ടു ബാലൻസ് ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഇതിലേക്ക് കൊടുക്കാം. ഈ ഒരു സയൻസ് മാറ്റി 42 ഡിവൈഡ് ബൈ 7 ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇനി ഇൻറ്റു 5 = 10 × 3 അല്ലേ. കറക്റ്റ് ആ പേഴ്സൻറ്റേജ് സൈനൊക്കെ നമ്മൾ ഇതിലേക്ക് വന്നു, സയൻസിലേക്ക് കൊണ്ടുവന്നു, കറക്റ്റ് മാത്തമാറ്റിക്കൽ സയൻസിലേക്ക് കൊണ്ടുവന്നു. ശരി, ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓഫും ഇല്ല. ഡിവൈഡ് ചെയ്യുക നമുക്കറിയാം 6 ആണല്ലേ.
6 × 5 30. ഇനി റൈറ്റ് സൈഡും 30 10 × 3 30. ഇക്വേഷൻ ബാലൻസ് ആയി ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡിവൈഡ് ഇൻറ്റു ഈക്വൽ ടു ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം. ശരി, അടുത്തൊരു ബ്ലഡ് റിലേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഒക്കെ വരച്ച് നമുക്ക് ചെയ്യണത്. അപ്പോൾ പല ഈ ഒരു സിമ്പിളാണ് സൂചിപ്പിക്കണമെങ്കിൽ എന്താണ് എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം ഈ ഒരു റിലേഷൻ അതിലേക്ക് കൊണ്ടുവരണം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, ഈ ഒരു ടൈം നോട്ട് കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കണം. ശരി, അപ്പോൾ ഈ ഒരു റിലേഷൻ കൊണ്ട് ഇസഡ് മുതൽ എൽ വരെയുള്ള ആ ഒരു റിലേഷൻ ഇഫ് എന്നാണ് ഇത് ഉദ്ദേശിച്ചത്. ഇഫ് ഇസഡ് ആൻഡ് പി ആണ് കണക്ട്. എ ആൻഡ് ബി ആണെങ്കിലോ എന്തായിരിക്കും? എ ആൻഡ് ബി ആണെങ്കിൽ എ ഈസ് ദ ബ്രദർ ഓഫ്, അപ്പോൾ ഇസഡും പിയും. ഇവിടെ എന്ത് വരും? ഇസഡ് ഈസ് ദ ബ്രദർ ഓഫ് പി. ഇസഡ് എന്ന് പറയുന്ന നേരത്ത് പിന്റെ ബ്രദർ ആണെന്നാണ്. ബ്രദർ സിസ്റ്റർ സിംഗിൾ ലൈൻ ബ്രദർ ആയതുകൊണ്ട് മെയിൽസിന് പ്ലസും ഫീമെയിൽസിന് മൈനസും. അപ്പോൾ പിന്റെ ബ്രദർ ഇസഡ്. ഇസഡ് ഈസ് ദ ബ്രദർ ഓഫ് പി. ഇനി അടുത്തത് പിയും എന്നും കൂടി പ്ലസ് ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഈസ് ദ ഫാദർ ഓഫ് ബി. അപ്പോൾ പി പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഈസ് ദ ഫാദർ ഓഫ് എൻ. എന്നിൻ്റെ ഫാദറാണ് പി. ഫാദർ ആയതുകൊണ്ട് പ്ലസ്. ഓക്കെ അല്ലേ? എന്നിൻ്റെ ഫാദർ പി. ഓക്കെ അല്ലേ? ഇനി എന്നും ക്യൂവും തമ്മിൽ ഈ ഒരു സിമ്പിളാണ് അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? എൻ ഈസ് ദ മദർ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ മദറാണ് എൻ. മദർ ആയതുകൊണ്ട് മൈനസ്. ഓക്കെ അല്ലേ? ക്യൂവിൻ്റെ മദർ എൻ. നെക്സ്റ്റ് ക്യൂവും എസും ആഷാണ്. ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. എസിൻ്റെ വൈഫാണ് ആര്? ക്യൂ. ഹസ്ബൻഡ് മാരീഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത്? ഡബിൾ ലൈൻ. അപ്പോൾ ഈ സിംഗിൾ ലൈൻ എന്തായിരുന്നു? ബ്രദർ സിസ്റ്റർ. മാരീഡ് ആയതുകൊണ്ട് ഡബിൾ ലൈൻ. അപ്പോൾ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. എസിൻ്റെ വൈഫ് ക്യൂ. അപ്പോൾ ഇതെന്തായാലും പ്ലസ് ആയിരിക്കും അല്ലേ? ഇനി എസ് ആൻഡ് വി. എസ് ആൻഡ് വി. എസ് ഈസ് ദ ബ്രദർ ഓഫ് വി. എസ് ഈസ് ദ ബ്രദർ ഓഫ് എസ് ഈസ് ദ ബ്രദർ ഓഫ് വി. വിൻ്റെ ബ്രദറാണ് എസ്. ഓക്കെ അല്ലേ? അതായത് എസിൻ്റെ വൈഫ് ക്യൂ, അതായത് ഡബിൾ ലൈനും വിൻ്റെ ബ്രദർ എസ്സും ആണ്. അപ്പോൾ ഇവിടെ സിംഗിൾ ലൈൻ, ഇത് ഡബിൾ ലൈൻ. ഇതെന്താണ്? മാരീഡ്. ജസ്റ്റ് ഇനി വിയും ഇയും തമ്മിൽ വി പ്ലസ് ഇ. വി ഈസ് ദ ഫാദർ ഓഫ് ഇ. വി ഈസ് ദ ഫാദർ ഓഫ് ഇ. ഇൻ്റെ ഫാദറാണ് ആര്? ഫാദർ ആയതുകൊണ്ട് പ്ലസ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇനി അടുത്തത് ഇയും എല്ലും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? റൈറ്റ്. ഇ ഈസ് ദ സിസ്റ്റർ ഓഫ് എൽ. ഇ ഈസ് ദ സിസ്റ്റർ ഓഫ് എൽ. എല്ലിൻ്റെ സിസ്റ്ററാണ് ഇ. സിസ്റ്റർ ആയതുകൊണ്ട് മൈനസ്. ഓക്കെ, ഇവിടെ മാരീഡ് കപ്പിൾ ക്യൂ ആൻഡ് എസ് ആണ്. ബാക്കിയെല്ലാം ബ്രദർ സിസ്റ്റർ ഫാദർ സണ്ണ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ടൈം ശ്രദ്ധിക്കണം, നോട്ട് കറക്റ്റ് ആണ്. ഫസ്റ്റ് കണക്ഷൻ നോക്കി. എൻ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എസ്. എൻ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എസ്. എസിൻ്റെ മദർ ഇൻ ലോ ആണ് എൻ. എസിൻ്റെ മദറല്ല, എസിൻ്റെ വൈഫിൻ്റെ മദർ. അപ്പോൾ എന്താണ്? എസിൻ്റെ മദർ ഇൻ ലോ ആണ് എൻ. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഇനി അതൊക്കെ വി ഈസ് ദ ഫാദർ ഓഫ് എൽ. വി ഈസ് ദ ഫാദർ ഓഫ് എൽ. ഇൻ്റെ ഓൾറെഡി ഇൻ്റെ ഫാദറാണ് വി. ഇൻ്റെ ബ്രദറാണ് അല്ലെങ്കിൽ എല്ലിൻ്റെ സിസ്റ്ററാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റെ എല്ലിൻ്റെ ഫാദർ ആരാണ്? വി ആണ്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അഗെയിൻ ക്യൂ ഈസ് ദ മദർ ഓഫ് ഇ. ക്യൂ എന്ന് പറയുന്നത് ഇൻ്റെ മദറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂ എന്തായാലും ഇൻ്റെ മദറല്ല. അപ്പം ഇതാണ് റോങ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതേ ഇവിടെ നോക്കിയോ, ഇൻ്റെ ഫാദർ വി ആണ്. അപ്പോൾ വി മാരീഡ് ചെയ്തിരിക്കണമായിരിക്കും ഇന്. വി മാരീഡ് ടു എനിവൺ, അതായിരിക്കും എന്താണ് ഇയുടെ മദറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യൂവും എസും തമ്മിലാണ് മാരീഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യൂ മദറായിട്ട് വരണമെങ്കിൽ എസ് ഫാദറായിട്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫാദർ ഏതാണ്? ഇൻ്റെ ഫാദറാണ് വി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പിക്ക് ചെയ്യുക. അതിന് അടുത്തൊരു കണക്ഷൻ കൂടി വരുന്നത്, പി ഈസ് ദ മറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ക്യൂ. മറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അതായത് അമ്മയുടെ ഫാദർ. ഇത് നോക്കിയോ,
ക്യൂവിൻ്റെ മദർ, മദേഴ്സ് ഫാദർ. ഓക്കെ അല്ലേ പാറ്റേണിൽ? അപ്പോൾ ഇത് ഏതാണ് റോങ് ആയിട്ട്? ക്യൂ ഈസ് ദ മദർ ഓഫ് വി. ഇപ്പം ഇൻ്റെ മദർ അല്ല ക്യൂ എന്ന് പറയുന്ന നേരത്ത് എൻ്റെ മദർ ആണെങ്കിൽ വിൻ്റെ വൈഫായിരിക്കും ഇൻ്റെ മദറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഓർത്ത് ഇസഡ് പി എൻ ക്യൂ എസ് വി ഇ എൽ. ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഓക്കെ, ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിലും കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയോ 1 2 2 4 3 6 4 8 ഈ ഒരു ടൈം വേണം. ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന കണക്ഷൻ ജസ്റ്റ് ഇവിടെ നോക്കിയോ ഓപ്പോസിറ്റ് പെയർ ആണ്. ദേ അല്ല, ഓപ്പോസിറ്റ് പെയർ അല്ല, ഓൾട്ടർനേറ്റിംഗ് പെയർ ആണ്. ദേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ദെൻ അഗെയിൻ. ഇത് തമ്മിലുള്ള കണക്ഷൻ നോക്കിയോ ജസ്റ്റ് 1 + 1 2, 2 + 1 3, 3 + 1 4, 4 + 1 അഗെയിൻ 5. 5 ഉണ്ടോ നോക്കിയാൽ ഓപ്ഷനിൽ ഓപ്ഷൻ ചെയ്യാം. ജസ്റ്റ് അടുത്ത പാറ്റേൺ നോക്കി. ഇനി ഇവിടെ വരാത്തത് 2 4 6 8. ഡിഫറൻസ് നോക്കിയേ +2. ഇവിടെ ഡിഫറൻസ് +2 +2. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് +1 ആൻഡ് +2. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഏത് വരും? ഫസ്റ്റ് പെയറിൽ വരും +1 +1 +1 +1. ശരി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 5 ആണ്. Select the set in which the numbers are related in the same way as are the numbers of the following sets. എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ ഷിഫ്റ്റിലും പറയാനുള്ള നോട്ട്സൊക്കെ നമ്പേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 പേരുണ്ട് ഇവിടെ. ഏതൊക്കെയാണ് ആ പേര്? 17 136 40, 11 198 90. അപ്പോൾ ഇതുമായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? സെയിം വേ ആയിട്ടുള്ള നമ്പർ, അതായത് സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യണത് ആ 4 ഓപ്ഷൻസിൽ ഏതാണ്? ശരി. ഇപ്പോൾ ഇവിടുത്തെ ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ, ഓരോ ഇത് രണ്ടും 2 പാറ്റേൺ. ഇത് ഫസ്റ്റ് കേസ് നോക്കാം. 17 136 40. അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ 11 198 90. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നമ്പർ ഇത് ഞാൻ ഇവിടുത്തെ സെക്കൻഡ് നമ്പർ എടുത്ത് ഈ ഒരു കേസ് നോക്കാം. ഇത് സെക്കൻഡ് നമ്പർ 136 ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോയി. 136 ഡിവൈഡ് ബൈ 70. അല്ലെങ്കിൽ ഇത് 7 6 ആയിരിക്കണം. 7 6 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം 7 × 8 ആണ് 56. അപ്പോൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 17 × 8 അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക്? അതായത് 10 × 8 80, 7 × 8 56, 80 56 എത്ര വരും? 136 കിട്ടി. അപ്പോൾ 17 × 8 ആണ് 136. അപ്പോൾ 8 കിട്ടി. ഇനി തേർഡ് നമ്പർ എങ്ങനെയാണ് കണക്ട് 40 ആയിട്ടാണ് കണക്ട് 8 എന്ത് ചെയ്താൽ 40 ആവും? × 5 അല്ലേ? ജസ്റ്റ് ആ ഒരു, അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഒരു നമ്പർ കിട്ടും, അതേ × 5 തേർഡ് നമ്പർ. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുകൊണ്ടാന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ 198 ഡിവൈഡ് ബൈ 11, അതേ × 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. അപ്പോൾ ഇവിടുത്തെ 11 നമുക്കറിയാം എന്ത് 8 ഈ 11 കൊണ്ടൊക്കെ എങ്ങനെയാണ് അതൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ 32 × 11 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? ഈ 3 × 2 കൂടി അകത്ത് എഴുതുക. 3 + 2 5 ആണ്. അതിൻ്റെ കാര്യം എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയത് 32 × 11 ആണ്. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മാത്രം 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ നമ്പേഴ്സ് ഡിസ്റ്റൻ്റ് ആയിട്ട് എഴുതുക, ഡിജിറ്റ്സ് കൂട്ടി എഴുതുക. 3 + 3 52 ആയിരിക്കും, കൺഫേം ആയിരിക്കും. ഇനി അതേപോലെ 63 × 11 എന്തായിരിക്കും ആൻസർ? 6 × 3 അകത്ത് 6 + 3 6 × 3 അകത്ത് എഴുതുക. 6 + 3 693 ആയിരിക്കും, കൺഫേംഡ് ആയിരിക്കും. ഇനി അതേപോലത്തെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇത് 75 × 11 ഇതിൻ്റെ ആൻസർ ആയിട്ട് തന്നെ ഒരിക്കലും 75 7 + 2 12 ഇതല്ല. ഒരു ചെറിയൊരു പാറ്റേൺ ഉണ്ട്. 7 5 പഴയ പോലെ ഡിസ്റ്റൻ്റ് ആയിട്ട് എഴുതുക. 7 + 5 12 ആണ്. അതിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെ എഴുതാവുള്ളൂ. 7 + 5 എത്ര? 12. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 1 ഇവിടെ കൊടുക്കുക. അപ്പോൾ 5 2 8 825 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ജസ്റ്റ് ഒരെണ്ണം കൂടി നോക്കാം. ജസ്റ്റ് ഇത് 83 × 11 ഇതെങ്ങനെ ചെയ്യാം? 8 ഉം 3 ഉം കൂടി ഡിസ്റ്റൻ്റ് ആയിട്ട് എഴുതുക. 8 + 3 11 ആണ്. അതിൽ ഒരു ഡിജിറ്റ് ഇവിടെ എഴുതുക, ഒരു 1 ഇവിടെ കൊടുക്കുക. അപ്പോൾ 913 ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്കിത് 42 × 11 എത്ര വരും? 4 ഉം 2 ഉം കൂടി 4 + 2 6 ആണ്. 462 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ശരി. അത് പോട്ടെ. ഇനി ജസ്റ്റ് ഇവിടെ നോക്കിയാൽ സെക്കൻഡ് പാറ്റേൺ ഈ ഒരു കണക്ഷൻ ഫോളോ ചെയ്യാം. അതാണ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ 11ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുകൊണ്ട് പറഞ്ഞാണ്. ഇത് 198. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ അല്ലേ? 198 / 11. ഇവിടെ 8 ഉം 1 ഉം കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് 9. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ 198ന് എനിക്ക് എങ്ങനെ എഴുതാം?
18 ഇൻറ്റു 11 ആയിരിക്കും. ഡിവൈഡ് ബൈ 11 അല്ലെ 11 കട്ടായിപ്പോയി. അപ്പോൾ ആൻസർ എത്ര വരും? 198 ഇൻറ്റു 11 എന്ന് പറയുന്ന നേരത്ത് 18 ആണ്. 18 ഇൻറ്റു 5 ചെയ്യാൻ നേരത്ത് എത്ര വരും? 18 ഇൻറ്റു 5 നമുക്കറിയാം, അത് 90 ആണ് അല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ. അപ്പോൾ ഇവിടെ എന്താണ് പാറ്റേൺ? തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു എന്താ ചെയ്തത്? തേർഡ് നമ്പർ ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു എന്താ ഇവിടെ ചെയ്ത് പ്ലസ് ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു തേർഡ് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു തേർഡ് നമ്പർ. ഇതാണ് ഇവിടുത്തെ പാറ്റേൺ. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യാൻ 24 96 25 96 ഫസ്റ്റ് നമ്പർ നോക്കിയേ 96/25. നമുക്കറിയാം 24 ഇൻറ്റു 4 ആണ് 96. 4 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടുള്ളൂ? 20 കിട്ടും. അവിടെ എത്ര കണക്ട് ചെയ്തിരിക്കണം? 25. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് നമ്പർ ബൈ അതായത് 108/12 അത് ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 45 കിട്ടണം. അല്ലെങ്കിൽ 2 ഇവിടെ വന്നിരിക്കണം. 2 8 ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 9 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 12 ഇൻറ്റു 9 നമുക്ക് ജസ്റ്റ് നോക്കാം. 12 ഇൻറ്റു 9 നമുക്കറിയാം 10 ഇൻറ്റു 9 90 ആണ്. 2 ഇൻറ്റു 9 18 ആണ്. 90 + 18 108. അപ്പോൾ 12 ഇൻറ്റു 9 ആണ് 108. ഓക്കെ അല്ലേ? ഇനി ആ 9 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 5. 9 ഇൻറ്റു 5 എത്ര വരും? 45. തേർഡ് നമ്പർ ഇവിടെ കറക്റ്റായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാറ്റേണായിട്ട് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഏതാണ്? 12 108 45. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റനിലെ പാറ്റേൺ എന്തായിരുന്നു? സെക്കൻഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു തേർഡ് നമ്പർ. ശരി, ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഇതോടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.